ധീരദേശാഭിമാനി ഭഗത് സിംഗിനെ ഭീകരവാദിയെന്ന് പരാമർശിച്ച സംഭവത്തിൽ മീഡിയ വൺ ചാനലിലെ സി ദാവൂദിനെതിരെ ഹൈക്കോടതിയിൽ പുനഃപരിശോധനാ ഹർജിയിൽ മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർ സി ദാവൂദിന് ഹൈക്കോടതിയുടെ നോട്ടീസ്. മീഡിയ വൺ ചാനലിലെ പ്രമോദ് രാവൻ, നിഷാദ് റാവുത്തർ എന്നിവർക്കും പ്രത്യേക ദൂതൻ മുഖേന നോട്ടീസ് അയച്ചു. ദാവൂദിനെതിരെ കേസെടുക്കണമെന്ന ആവശ്യം ഒറ്റപ്പാലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. രേഷ്മ ബാബു ചേരുന്നു വിവരങ്ങളുമായി. രേഷ്മ, ഭഗത് സിംഗിനെ ഭീകരവാദിയെന്ന് പരാമർശിച്ച സംഭവത്തിൽ മീഡിയ വൺ ചാനലിലെ സി ദാവൂദിനെതിരെ ഹൈക്കോടതിയിൽ പുനഃപരിശോധന ഹർജി നൽകിയിരിക്കുകയാണല്ലോ. അതോടൊപ്പം തന്നെ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് നിയമപരമായി ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാനുള്ളത്? രോഹിണി, ധീര ദേശാഭിമാനി ഭഗത് സിംഗിനെ ഭീകരവാദി എന്നുള്ള രീതിയിൽ ഉപമിച്ച സംഭവത്തിൽ നേരത്തെ ഒറ്റപ്പാലം മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പാലക്കാട് നെല്ലായ സ്വദേശിയായിട്ടുള്ള ഗോവിന്ദരാജ് ഒരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്തിരുന്നു. അത് ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസം 2025 ഒക്ടോബർ മാസം തള്ളിയിരുന്നു. അതിനെതിരെയാണ് പുനഃപരിശോധനാ ഹർജിയുമായിട്ട് ഗോവിന്ദരാജ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇന്ന് ഈ ഹർജി ഹൈക്കോടതി പരിഗണിച്ചതിന് ശേഷം മീഡിയ വണ്ണിലെ മാനേജിംഗ് എഡിറ്ററായിട്ടുള്ള സി ദാവൂദാണ് ഈ ധീരദേശാഭിമാനി ഭഗത് സിംഗിനെതിരെ പരാമർശം നടത്തിയത്. അതായത് 1947 ഓഗസ്റ്റ് 15 ശേഷമാണ് ഈ പറയുന്ന ഭഗത് സിംഗിനെ ധീരദേശാഭിമാനിയാക്കിയത്. ബോംബ് കൈവശം വെച്ചുകൊണ്ട് കോടതിയിൽ ബോംബ് പൊട്ടിച്ച ഒരു ഭീകരവാദി ആണ് ഭഗത് സിംഗ് എന്നുള്ള ഒരു പരാമർശമായിരുന്നു ജിദ്ദയിലെ മീഡിയ വണ്ണിൻ്റെ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് സി ദാവൂദ് നടത്തിയത്. എന്തായാലും നിലവിൽ ദാവൂദിനെ കൂടാതെ മീഡിയ വണ്ണിലെ പ്രമോദ് രാമൻ, അതോടൊപ്പം തന്നെ നിഷാദ് റാവുത്തർ എന്നിവർക്കും ഹൈക്കോടതി പ്രത്യേക ദൂതൻ മുഖേന നോട്ടീസ് അയച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരും ഈ പുനഃപരിശോധനാ ഹർജിയിൽ എതിർകക്ഷിയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരും മറുപടി അറിയിക്കണം. വീണ്ടും ഹൈക്കോടതി ഈ ഹർജി പരിഗണിക്കുക തന്നെ ചെയ്യും. പ്രധാനമായിട്ടും ഗോവിന്ദരാജ് ഉന്നയിക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത് കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കാതെയും പരിശോധിക്കാതെയുമാണ് ഒറ്റപ്പാലം മജിസ്ട്രേറ്റ് കോടതി, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഈ സ്വകാര്യ അന്യായം തള്ളിയിരിക്കുന്നത്. അതിലെ മതപരമായിട്ടുള്ള പരാമർശം, അതോടൊപ്പം തന്നെ ലഹളയ്ക്ക് ആധാരമായിട്ടുള്ള പരാമർശങ്ങൾ ഒന്നും തന്നെ മുഖവിലക്കെടുത്തില്ല. അതുകൊണ്ട് തന്നെ ഒറ്റപ്പാലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടി അത് റദ്ദാക്കിക്കൊണ്ട്, അതായത് ഈ സ്വകാര്യ അന്യായം തള്ളിയ കീഴ്ക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് അത് പുനഃപരിശോധിക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് ഗോവിന്ദരാജ് ഉന്നയിച്ചത്. എന്തായാലും അന്ന് ആ ഒരു കാലഘട്ടത്തിൽ, അതായത് 2024 ഒക്ടോബർ മാസമാണ് ഇത്തരത്തിലൊരു പരാമർശം ജിദ്ദയിലെ പ്രോഗ്രാമിൽ സി ദാവൂദ് നടത്തിയത്. വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾക്ക് ഇത് വഴിവെച്ചിരുന്നു. കാരണം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ വലിയ രീതിയിൽ പടപൊരുതിയ ഒരു ധീരദേശാഭിമാനിയാണ് സി ദാവൂദ് അപമാനിച്ചത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു വലിയ രീതിയിൽ കർശനമായിട്ടുള്ള നടപടി കേസെടുത്തുകൊണ്ട് വേണമെന്നുള്ളൊരു ആവശ്യം SP-ക്ക് അടക്കം ഗോവിന്ദരാജ് പരാതിയായിട്ട് ഉന്നയിച്ചിരുന്നത്. പക്ഷേ അതിലൊന്നും തന്നെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. തുടർന്നായിരുന്നു സ്വകാര്യ അന്യായവുമായിട്ട് കീഴ്ക്കോടതിയെ സമീപിച്ചത്. പക്ഷേ ആ സ്വകാര്യ അന്യായം തള്ളിയ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഇടപെടൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും പ്രാഥമിക നടപടി എന്നുള്ള രീതിയിൽ ഈ പുനഃപരിശോധനാ ഹർജിയിൽ മീഡിയ വണ്ണിന്റെ മാനേജിംഗ് എഡിറ്ററായിട്ടുള്ള, അതായത് ഭഗത് സിംഗിനെതിരെ ആക്ഷേപം ഉന്നയിച്ച സി ദാവൂദിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ദാവൂദിനെ കൂടാതെ പ്രമോദ് രാമനും അതോടൊപ്പം തന്നെ നിഷാദ് റാവുത്തറും മറുപടി അറിയിക്കണം ഹർജിയിന്മേൽ. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.